Hi everyone, welcome to a new session. So, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറൻസിക് എക്സാമിനേഷൻ ഓഫ് ഹെയർ ആണ്, ഫോറൻസിക് അനാലിസിസ് ഓഫ് ഹെയർ ആണ്. ഇനി ഇങ്ങോട്ടുള്ള രണ്ട് മൂന്ന് പാർട്ടുകളായിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പാർട്ട് 1-ൽ ആസ് എൻ ഇൻട്രൊഡക്ഷൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഹെയർ. നമ്മൾ എന്തുകൊണ്ടാണ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഹെയർ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ ദ ബേസിക്സ് ബിഫോർ entering to the analysis part. സോ ഫോറൻസിക് എക്സാമിനേഷൻ ഓഫ് ഹെയർ എന്താണെന്ന് അറിയുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഹെയർ എന്താണ്, ഹെയറിൻ്റെ സ്ട്രക്ചർ, ഫോർമേഷൻ, അതിൻ്റെ ഗ്രോത്ത് സൈക്കിൾ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷമാണ്, ബേസിക് ടേംസ് എല്ലാം അറിഞ്ഞതിന് ശേഷം നമ്മൾ അനാലിസിസിലോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ് ഫോർ യുവർ എക്സാമിനേഷൻ. അത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട്, കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകും. സോ പാർട്ട് 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഹെയർ ആണ്. അതിനു മുന്നേ എന്താണ് ഹെയർ, അല്ലെങ്കിൽ ഹെയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. സോ ഹെയർ ഈസ് എ യുണീക്ക് ക്യാരക്ടർ ഫൗണ്ട് ഓൺ ഓൾ മാമൽസ് ബട്ട് നോട്ട് ഓൺ അതർ ആനിമൽ. എസ്പെഷ്യലി ഇൻ ഫീമെയിൽസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാമൽസിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഹെയർ കാണാനായിട്ട് പറ്റും. ഫീമെയിൽസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, നമുക്ക് സ്കാൽപ്പ് ഹെയർ ഒക്കെ കുറച്ചുകൂടി കൂടുതലാണ്, ഇലോങ്ങേറ്റഡ് ആയിരിക്കും കുറച്ചും കൂടി. സോ ദാറ്റ്സ് വൈ ഹെയർ എന്ന് പറയുന്നത് മാമൽസിന് തന്നെ യുണീക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. മെമാലിയൻ സ്കിന്നിൽ ഓൾമോസ്റ്റ് ബോഡി സർഫസിൽ ഓൾ ഓവർ ദ ബോഡി വി ക്യാൻ സീ ഹെയർ എക്സെപ്റ്റ് കുറച്ച് റീജിയൻസ്. ആ റീജിയൻസ് ഏതൊക്കെയാണ്? സോൾ ഓഫ് ദ ഫുട്ട്, അതുപോലെ കാൽപാദത്തിൻ്റെ അടിയിൽ, അതേപോലെ നമ്മുടെ കൈയിൻ്റെ പാദത്തിൽ, ലൈക്ക് ആ ഒരു പാം റീജിയണിൽ, അതേപോലെ ബക്കൽ സർഫസ് ഓഫ് ദ ലിപ്പ് ആൻഡ് പോർഷൻസ് ഓഫ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ. സോ ഇത്രയും ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ഹ്യൂമൻ ബോഡിയിലും എന്തുണ്ടായിരിക്കും? ഹെയർ ഉണ്ടായിരിക്കും. ഈ ഹ്യൂമൻ ഹെയർ ലൈക്ക് ഓൾ ഓവർ ദ ബോഡി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ലൈക്ക് വി ക്യാൻ സീ, പക്ഷേ ഡിഫറെൻറ്റ് ബോഡി റീജിയൻസിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ബോഡി റീജിയൻസിൽ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. സോ ഹ്യൂമൻ ഹെയർ ഗ്രോത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ഹെയർ ഗ്രോത്ത് ഈസ് റെഡ്യൂസ്ഡ് വിത്ത് ടൈനി ആൻഡ് വിർച്വലി കളർലെസ് ഹെയർസ് ഓൺ മോസ്റ്റ് ഓഫ് ദി ബോഡി സർഫസ്. പക്ഷേ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പ് ഹെയറിലും അതുപോലെ ഐലാഷസ്, ഐബ്രോസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കുറച്ചും കൂടി ലോങ്ങർ ആയിരിക്കും, തിക്കർ, ഹെവി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഹെയർസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫോറൻസിക്കലി ഈ ഹെയർ ആസ് ആൻ എവിഡൻസ് വെരി ഇമ്പോർട്ടൻ്റ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. സോ എവിഡൻസിൻ്റെ പാർട്ട് മുന്നുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വാട്ട് ഈസ് എവിഡൻസ് ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എവിഡൻസ്, എക്സാമ്പിൾസ് ഓഫ് ദീസ് എവിഡൻസസ്. സോ ഇൻ ദാറ്റ് ഹെയർ ഈസ് എ ടൈപ്പ് ഓഫ് ട്രേസ് എവിഡൻസ്. സോ ട്രേസ് എവിഡൻസ് ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ഹെയർ എന്ന് പറയുന്നത്. സോ ഹെയർ എന്താണ്? ട്രേസ് എവിഡൻസ് ആണ്. സോ ഇറ്റ് വിൽ ബി ഇൻ ട്രേസ് എമൗണ്ട്, പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ദോ ഇൻഡിവിജ്വലൈസേഷനും കൂടിയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എവിഡൻസ് ആണ് എന്ത്? ട്രേസ് എവിഡൻസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഹെയർ യൂഷ്വലി നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, ലൈക്ക് ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് യൂറോപ്യൻ. പക്ഷേ ഇപ്പോൾ കുറേ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളൊക്കെ അതിനെ ഏകദേശം ഒരു 8 ടൈപ്സ് ആയിട്ട് ഇപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 8 ടൈപ്സ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കർവ് ഡയാമീറ്റർ, അതേപോലെ കേൾ ഇൻഡെക്സ്, നമ്പർ ഓഫ് വേവ്സ്, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. 8 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഒരു പോർഷൻ വീഡിയോയിൽ എന്താണ് കേൾ ഇൻഡെക്സ്, അങ്ങനത്തെ കുറേ ടേംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആ ടൈമിൽ അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. So this is a basic introduction for hair. Hair is a unique character found on all mammals but not on other animal, and all over the body surface it is there present, and except for some areas, few areas, and they are classified into 3 conventional ethnic human groups, that is African, Asian and European. So coming to the anatomy, we can say that hair is a derivative of epidermis, and externally hair എന്ന് പറയുന്നത് തിന്നാണ്, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റീജിയൺ ആണ്, ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഫ്ലെക്സിബിൾ ട്യൂബ്സ് ഓഫ് ഡെഡ് ഫുള്ളി കെരാറ്റിനൈസ്ഡ് എപ്പിത്തീലിയൽ സെൽസ്, വേറാസ് ഇൻസൈഡ് ദ സ്കിൻ രണ്ട് ഭാഗങ്ങളുണ്ട്, നമ്മളിനി വഴിയെ പറയാം. സോ ഇൻസൈഡ് ദ സ്കിന്നിൽ എന്താണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ലിവിങ് ഹെയർ ഫോളിക്കിൾ
cylindrical epithelial downgrowths into dermis, and subcutaneous fat with enlarged at the base into the hair bulb surrounding the mesenchymal derived dermal papillae. Macroscopically നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ hair varies in length, diameter, color, cross-sectional shape among different ethnic groups and among singular individuals. So ഈ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് ഹെയർ ഒരു എവിഡൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് ഡിഫറെൻറ്റ് എത്തനിക് ഗ്രൂപ്പ്സിൽ തന്നെ ഡിഫറെൻറ്റ് ഹെയർ കളർ ആയിരിക്കും, അതിൻ്റെ സ്ട്രക്ചർ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ഓരോ ഇൻഡിവിജ്വലിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. സോ ഫ്രം ദാറ്റ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദി culprit, or we can identify or we can narrow down the suspects. So what are the functions of hair? Functions of hair എന്താണ്? It has different functions. നമ്മൾ ഈ പറഞ്ഞ എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞതിന് പുറമെ തന്നെ ഹെയർ എന്ന് പറയുന്നത് നമുക്ക് മാമൽസിന് ഒരു പ്രൊട്ടക്ഷൻ ഓഫ് സ്കിൻ ഫ്രം മെക്കാനിക്കൽ ഇൻസൾട്ട്സ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ഹോമിയോതെർമി, നമുക്ക് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ്റെ കേസിൽ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐലാഷ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ അത് ലൈക്ക് എൻ്റർ ചെയ്യാതിരിക്കാനായിട്ട് സ്റ്റോപ്പ് തിങ്സ് ഫ്രം എൻറ്ററിങ് ദി ഐസ്. പിന്നെ സ്കാൽപ്പ് എന്തിനാ പ്രിവെൻറ്റ് സൺലൈറ്റ്, കോൾഡ്, ഫിസിക്കൽ ഡാമേജ് ടു ഹെയർ, അങ്ങനത്തെ ഹെയർ ലൈക്ക് ഹെഡ് ആൻഡ് നെക്ക്. സോ അതുപോലെ പ്രൊട്ടക്ട് ചെയ്യും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, മൂന്നാമത്തെ ഫംഗ്ഷനാണ് എന്ത്, സെൻസറി ഫംഗ്ഷൻ. സെൻസറി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ like it has an important role in sexual and social communication. Adapole increasing the perception of skin surface for tactile stimuli. So it has functions like protects the skin from mechanical insults, then to facilitate homeothermy, then sensory functions. So ഇതൊക്കെയാണ് ഹെയറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഹെയറിന് രണ്ട് പാർട്ടാണുള്ളത്, മൂന്ന് പാർട്ട് നമ്മൾ പറയും, പക്ഷെ മെയിനായിട്ട് രണ്ട് പാർട്ടാണുള്ളത്, ഫോളിക്കിളും അതേപോലെ തന്നെ ഹെയർ ഷാഫ്റ്റ്. ഫോളിക്കിൾ ഇൻ ദ സ്കിൻ ആൻഡ് ദി ഹെയർ ഷാഫ്റ്റ്. സോ ഈ സ്ട്രക്ചർ നമ്മൾ പറയുമ്പോൾ ഈ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ പറയാം. ഹെയർ ഷാഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വിസിബിൾ ഓൺ ബോഡി സർഫസ്. ഹെയർ ഷാഫ്റ്റ് റീജിയൻ ഈസ് വിസിബിൾ ഓൺ ബോഡി സർഫസ്. ഫോളിക്കിൾ ഈസ് ഇൻ ദി സ്കിൻ. ഇനി നമ്മൾ സ്ട്രക്ചർ അനാട്ടമി പഠിക്കുന്നതിനേക്കാളും മുന്നേ വി ഹാവ് ടു വി ഷുഡ് നോ സം ടേംസ്, ബേസിക് കുറച്ച് ടേംസ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ടേംസ് അറിഞ്ഞിരുന്നാലാണ് നമുക്ക് സ്ട്രക്ചർ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആവുക. ദാറ്റ്സ് വൈ ഞാനിത് ഫസ്റ്റ് തന്നെ ഒരു ടേബിൾ ആക്കിയിട്ട് ഫസ്റ്റ് ഐ പുട്ട് ദിസ് ഇൻ ഓൺ ദി സ്ലൈഡ്. സോ ജസ്റ്റ് വിൽ ലുക്ക് ഓൺ ടു ദീസ് ടേംസ്. വിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും, പക്ഷേ ജസ്റ്റ് ഒന്ന് നോക്കുക. ക്ലബ് ഹെയർ, ഫസ്റ്റ് വൺ ഈസ് ക്ലബ് ഹെയർ. ക്ലബ് ഹെയർ എന്താണ്? ക്ലബ് ഹെയർ ഈസ് ദി ഫുള്ളി കെരാറ്റിനൈസ്ഡ് ഡെഡ് ഹെയർ ഫോംഡ് അറ്റ് ടീലോജൻ സ്റ്റേജ്. ടീലോജൻ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിനി ഫിസിയോളജി പറയുമ്പോൾ, ഹെയറിൻ്റെ ഫിസിയോളജി പറയുമ്പോൾ അതിന് ഗ്രോത്ത് സൈക്കിൾസ് പറയും. സോ 3 സ്റ്റേജസ് ഉണ്ട് മെയിനായിട്ട്, അനാജൻ, കാറ്റജൻ ആൻഡ് ടീലോജൻ. ടീലോജൻ സ്റ്റേജിൽ ഫോം ചെയ്യുന്ന ഫുള്ളി കെരാറ്റിനൈസ്ഡ് ആയിട്ടുള്ള ക്ലബ് ഹെയർസിനെയാണ് നമ്മൾ ക്ലബ് ഹെയർ എന്ന് പറയുന്നത്. ദെൻ ലാംഗോ ഹെയർ. ലാംഗോ ഹെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബേബി ബോണിൻ്റെ സമയത്ത്, ബർത്ത് എടുക്കുന്ന സമയത്ത് 2 to 3 വീക്സിനകത്ത് ഉണ്ടാവുന്ന ആ ഒരു ഹെയർ, ഫൈൻ ആയിട്ടുള്ള ഹെയർ ആണ് ഫീറ്റസിൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്ന ഫൈൻ ഹെയർസിനെയാണ് നമ്മൾ ലാംഗോ ഹെയർ എന്ന് പറയുന്നത്. Then vellus hair. So these are the non-pigmented and generally non-modulated short hairs. Then terminal hairs. നമ്മുടെ ബോഡിയിലുള്ള ഓൾമോസ്റ്റ് ഹെയർസും എന്താണ്, ടെർമിനൽ ഹെയർസ് ആണ്. ലൈക്ക് സ്കാൽപ്പ് ഹെയർസ് ഒക്കെ ലാർജ് ആയിരിക്കും, പിഗ്മെൻറ്റഡ് ഹെയർസ് ആയിരിക്കും, നമ്മുടെ ഐബ്രോസിലൊക്കെ ഉള്ള പോലത്തെ. ദെൻ വെല്ലസ് ഹെയർസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എല്ലായിടത്തും ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും ഉള്ള ഇതാണ് വെല്ലസ് ഹെയർസ്. Then hair matrix. Hair matrix consists of rapidly proliferating keratinocytes that move upwards to produce the hair shaft. Then follicular dermal papillae, DP എന്ന് പറയും നമ്മൾ. So it is an onion-shaped portion of the hair bulb surrounded by hair matrix cells, consist of mesenchymally derived tissues. Then hair bulb. Hair bulb is the lowermost portion of the hair follicle, includes the follicular dermal papillae and the hair matrix. Isthmus and infundibulum. Isthmus and infundibulum എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് above this hair bulb two region is the hair follicle കമ്പോസ് ചെയ്തേക്കുന്ന the infundibulum, അതേപോലെ തന്നെ isthmus എന്ന് പറയുന്ന റീജിയൻസ് കൊണ്ടാണ്. ഈ infundibulum എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് സെബം. സെബം എന്ന് വെച്ചാൽ സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്,
സെബം എന്ന് പറയുന്നത്. സോ ഈ സെബം ഫില്ല് ചെയ്തേക്കുന്ന ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഇൻഫൻഡിബുലം എന്ന് പറയുന്നത്. ഇത് തന്നെ അപ്പർ ആൻഡ് ലോവർ ഉണ്ട്. അപ്പർ പോർഷൻ നമ്മൾ അക്രോ ഇൻഫൻഡിബുലം എന്നാണ് പറയുക. ലോവർ പോർഷൻ നമ്മൾ ഇൻഫ്രാ ഇൻഫൻഡിബുലം എന്നാണ് പറയുക. സോ അക്രോ ആൻഡ് ഇൻഫ്രാ. So this is the uppermost portion of the hair follicle. Isthmus lower portion of the upper part of hair follicle. Then bulge. Bulge എന്ന് പറയുന്നത് it's a segment of outer root sheet located at insertion of erector pili muscle. So ഇത് നമ്മൾ ഇനി ഒരു പിക്ചറിൽ കാണാം ബൾജ് എന്താണെന്നുള്ളത്. ലൈക്ക് ദിസ് ഔട്ടർമോസ്റ്റ് ഈ ORS എന്ന് പറയുന്ന ഔട്ടർ റൂട്ട് ഷീറ്റ് ബൾജ് ചെയ്തിട്ട് ഒരു ഫോമിൽ നിൽക്കും. ഇറ്റ്സ് എ ബാസ്കറ്റ് ഷേപ്പ് ആയിട്ട് നിൽക്കും. സോ അതിനാണ് നമ്മൾ ബൾജ് എന്ന് പറയുന്നത്. ദെൻ ഇന്നർ റൂട്ട് ഷീറ്റ് ആൻഡ് ഔട്ടർ റൂട്ട് ഷീറ്റ്. സോ ഇന്നർ റൂട്ട് ഷീറ്റും ഔട്ടർ റൂട്ട് ഷീറ്റും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നർ റൂട്ട് ഷീറ്റ് ഫോളിക്കിൾ എന്ന് പറയുന്നത് കമ്പോസ്ഡ് ഓഫ് ദി സ്ട്രക്ചർ. സോ ഇന്നർ റൂട്ട് ഷീറ്റും ഔട്ടർ റൂട്ട് ഷീറ്റും. അതിൽ ഔട്ടർ റൂട്ട് ഷീറ്റ് it's a reservoir of multipotent stem cells and it extends along from the hair bulb to the infundibulum, and epidermis serves as a reservoir of stem cells. Okay, so then inner root sheet എന്ന് പറയുന്ന IRS, so it guides the hair shaft and helps to take a shape, coats the hair shaft up to the isthmus level. So ഇത് രണ്ടും എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡുകളിൽ പറയും. That's why I just read it. Then connection tissue sheet, CTS. So this is a significant mesenchymal follicular layer that adheres to the basement membrane of the hair follicle and interact with the follicular dermal papillae. സോ ഇത്രയാണ് സ്ട്രക്ചറിൻ്റെ പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഗ്രോത്ത് സൈക്കിൾസ് ആണ്. അനാജൻ, കാറ്റോജൻ, ടീലോജൻ, എക്സോജൻ ആൻഡ് കെനോജൻ. സോ ഇത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ബട്ട് യു ഷുഡ് നോ ദീസ് ടേംസ് അനാജൻ, കാറ്റോജൻ, ടീലോജൻ. സോ ദീസ് ആർ ദി ലൈക്ക് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് സൈക്കിൾ. നെക്സ്റ്റ് ഹെയർ ഫോളിക്കിൾ. ഹെയർ ഫോളിക്കിൾ അല്ലെങ്കിൽ ഹെയറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് പറയാം. സോ ഹെയർ ഫോളിക്കിൾ എന്ന് പറയുന്നത് ദ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹെയർ ഈച്ച് ഹെയർ ഫോളിക്കിൾ ഓവർ ദ എൻറ്റയർ ഹ്യൂമൻ ബോഡി ആർ ഡിറ്റർമിൻ ഇൻ യൂട്രോ. നമ്മൾ യൂട്രസിൻ്റെ അകത്തുള്ളപ്പോൾ തന്നെ നമ്മുടെ ബർത്തിന് മുന്നേ തന്നെ എങ്ങനെയാണ് എൻറ്റയർ ഹ്യൂമൻ ബോഡിയിൽ ഹെയർ ഫോളിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ലൈക്ക് ജീൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫിക്സഡ് ആയിരിക്കും. സോ ഇതിൻ്റെ സ്റ്റേജസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഓൾമോസ്റ്റ് 8 സ്റ്റേജസ്. ഡെവലപ്മെൻറ്റിന് ഓൾമോസ്റ്റ് 8 സ്റ്റേജസ് ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റേജ് 0 ആണ്. സോ ദിസ് ഈസ് ദി ഇനീഷ്യൽ മെസ്സേജ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് സ്കിൻ അപ്പൻഡേജസ് ഈസ് ഫ്രം ദി ഡെർമൽ മീസെൻകൈം. ഫസ്റ്റ് ഒരു ഇനീഷ്യൽ മെസ്സേജ് ആണ് ഈ സ്റ്റേജ് 0 വരുന്നത്. എങ്ങനെയാണ് ഹെയർ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടണം. ദെൻ സ്റ്റേജ് 1 എന്തുണ്ടാവും? ഹെയർ ഫോളിക്കിൾ ഡെവലപ്മെൻറ്റ് ബിഗിൻസ്. സോ ഹിയർ ദി ഇനീഷ്യൽ മെസ്സേജ് ആയിരിക്കും ഉണ്ടാവുക സ്റ്റേജ് 0. After getting the message, the hair follicle development begins with the accumulation of epithelial cells to form epithelial placard after the initial mesenchymal signals. ഈ സിഗ്നൽ കിട്ടിയതിന് ശേഷം ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ദെൻ സ്റ്റേജ് 2 the epithelial placard expands and generate the primary hair gem. പ്രൈമറി ഹെയർ ജം ജനറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റേജ് 2 സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് സിഗ്നൽ അറൈസ് ചെയ്യും. സെക്കൻഡ് സിഗ്നൽ അറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്ലസ്റ്റർ ഓഫ് അഡ്ജസൻറ്റ് മീസെൻകൈമൽ സെൽസ് വിത്ത് ലേറ്റർ ഡെവലപ്മെൻറ്റ് ഇൻ ടു ഡെർമൽ പാപ്പില്ലെ. സെക്കൻഡ് സ്റ്റേജിലാണ് ഡെർമൽ പാപ്പില്ലെ ഉണ്ടാവുന്നത്. ദെൻ ദ അൾട്ടിമേറ്റ് സിഗ്നൽ ഫ്രം ദിസ് primitive dermal papillae to the epithelial placard cells indicate a rapid proliferation and differentiation. ഈ ഡെർമൽ പാപ്പില്ല മീസെൻകൈമൽ സെൽസ് എന്തുണ്ടാക്കും? ഡെർമൽ പാപ്പില്ല ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ഒരു ബാക്കിയുള്ള സെൽസ് റാപ്പിഡ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും proliferate ചെയ്യാനും തുടങ്ങും. This consecutive signaling process, like they are getting the signal, again cell differentiation വരും, then again they are getting the signal, again cell differentiation occurring. ഈ ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സിഗ്നലിംഗ് പ്രോസസ്സ് ഫൈനലി എന്ത് ചെയ്യും? ഒരു മെച്വർ ഫോളിക്കിളിൻ്റെ പ്രൊഡക്ഷന് ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റേജ് 3 and 4 ഹെയർ ജം ഉണ്ടായിട്ടുണ്ടല്ലേ. സ്റ്റേജ് 1 ഹെയർ ജം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റേജ് 3 and 4 ഹെയർ ജം എന്ത് ചെയ്യും? ഇലോങ്ങേറ്റ് ചെയ്യും. ഒരു കോഡ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ് ആയിട്ട് ഇലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഒരു ഹെയർ പെഗ് ഫോം ചെയ്യും. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ മീസെൻകൈമൽ സെൽസ് ദാറ്റ് ഇവൻച്വലി ട്രാൻസ്ഫോംസ് ടു ദി ഫൈബ്രസ് ഷീറ്റ്.
derived from the epithelial cells of the hair pack. Hair matrix cells form the hair shaft and the inner root sheet. Inner root sheet ഉണ്ടാക്കും. അതിനുശേഷം outer root sheet ORS generate ചെയ്യും. Two bulges ഉണ്ടാവും along that ORSന്റെ കൂടെ bulges form ചെയ്യും. Then like elongate ചെയ്ത് തുടങ്ങും. During the development of bullous peck, stage 5 to 8, the hair bulb and the main cell layers of the mature hair follicles are also formed. So, എട്ടാമത്തെ സ്റ്റേജ് ആകുമ്പോഴേക്കും hair follicle mature ആയിട്ട് വരും. So, this is the stage of development of this hair follicle. So, stage 0-ൽ ഒരു initial message കിട്ടുന്നു. അതിനുശേഷം ആ മെസ്സേജ് വഴി hair follicle develop ചെയ്ത് start ചെയ്യുന്നു. Then again they are getting the message. Then the cells they develop into the dermal papillae. Then again they are getting the this thing signal and differentiation start ചെയ്യുന്നു. ഒരു mature follicle production lead ചെയ്യുന്നു. After these 8 stages we will get a mature hair follicle. So this is the structure of hair follicle. So here you can see the bulge area. So I told the bulge area is the outer sheet in the കൂടെ ഒരു bulge area formation ആണ് നടക്കുന്നത്. So here outer root sheet ഉണ്ട്, അതേപോലെ തന്നെ inner root sheet ഉണ്ട്. ഈ outer root sheet എന്ന് പറയുന്നത് that I will explain. So you should ഈ ഒരു പിക്ചർ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് outer sheet, inner എങ്ങനെയാ inner root sheet IRS and what is erector pili muscle. So ഇതാണ് erector pili muscle, sebaceous gland ആണത്. Sebaceous glandന്റെയും erector pili muscleന്റെയും ഇടയിലാണ് നമ്മുടെ bulge formation നടക്കുന്നത്. So this is the structure of hair. Okay, so structure of hair ൽ നമ്മൾ പറഞ്ഞു hair എന്താണെന്ന് പറഞ്ഞു. Then main ആയിട്ട് 3 പാർട്ടാണ്. ഇതിൽ follicle shaft ആണ് 2 പാർട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. So follicle is a tube-like organ in the under layer of the dermis. ശ്രദ്ധിക്കുക, inside the skin ആണ് and linked to the body's blood supply. So അതിന് 2 region ഉണ്ട്, papillae and matrix. Papillae is the indentation of follicle where blood vessels, nerves enter and exit. Matrix area of cell division and hair growth. Then root എന്ന് പറയുന്നത് portion of hair below the skin embedded in the follicle. Then shaft is a portion of hair above the surface of the skin made up of 3 layers. So ഏതൊക്കെയാണ് ആ 3 layers എന്നുള്ളത് നമ്മൾ പറയാം. അതിനു മുന്നേ follicle structure discuss ചെയ്യാം. So follicle എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it's essential growth structure of hair. It is the essential growth structure of hair. And structure വരുമ്പോൾ two main കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, outer root sheet ഉം inner root sheet. So outer root sheet എന്ന് പറയുന്നത് it's a reservoir of multipotent stem cells. So 2 stem cells ആണ് ഉള്ളത്, keratinocyte stem cell and melanocyte stem cell. So outermost sheet it's a reservoir of multipotent stem cells and there are 2 types of stem cells. First one is keratinocyte stem cell and then is melanocyte stem cell. Then I told you it forms a bulge between the anterior pili and duct of sebaceous glands. So the ORS dermal സൈഡിലാണ് ഉണ്ടായിരിക്കുക. So it forms a basket like arrangement of 2 orthogonally layer. ആ layer ആണ് എന്ത്, collagen layer and ഒരു dermal sheet. ഇതാണ് എന്ത്, ബൾജിൻ്റെ ഒരു സ്ട്രക്ചർ ആണ്. ഒരു ഗ്ലാസി ലെയർ ഉണ്ടായിരിക്കും, ആ ഗ്ലാസി ലെയറിനെയാണ് നമ്മൾ ഡെർമൽ ഷീറ്റ് എന്ന് പറയുന്നത്. ദെൻ ഒരു ഓർത്തോഗോണലി അറേഡ് ലെയർ 2 ലെയർ ഉണ്ടായിരിക്കും. ഈ ലെയറാണ് കൊളാജൻ ഫൈബേഴ്സ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക, കൊളാജൻ ഫൈബേഴ്സ്. സോ ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ദിസ് ബൾജ് ആൻഡ് ഔട്ടർ റൂട്ട് ഷീറ്റ്. ഇനി ഒന്ന് ശ്രദ്ധിക്കാം പിക്ചറിൽ. സോ ഹിയർ യു ക്യാൻ സീ ബൾജ് ഉണ്ട്. ബൾജ് എറക്ടർ പില്ലേ മസിലും അതുപോലെ സബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ഇടയിലുള്ള ഒരു ബാസ്ക്കറ്റ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബൾജ് ഏരിയ.
ഡെർമൽ സൈഡിലായിരിക്കും ഇത് ഉണ്ടായിരിക്കുന്നത്. ദെൻ 2 ലെയർ ആയിരിക്കും ഉണ്ടായിരിക്കുക, ഒരു കൊളാജൻ ലെയറും ഒരു ഡെർമൽ ഷീറ്റുമാണ് ഇതിൻ്റെ സ്ട്രക്ചർ. നെക്സ്റ്റ് ഈസ് ഇന്നർ റൂട്ട് ഷീറ്റ്. ഇന്നർ റൂട്ട് ഷീറ്റിൽ 3 ഭാഗങ്ങളാണ് ഉള്ളത്. യു ക്യാൻ സീ ദിസ് പിക്ചർ. ഇന്നർ റൂട്ട് ഷീറ്റിൽ 3 layers ആണ് ഉള്ളത്. ക്യൂട്ടിക്കിൾ ഓഫ് ഇന്നർ റൂട്ട് ഷീറ്റ്, then Huxley's layer and Henle's layer. So it consists of 3 layers: cuticle of inner root sheet, then Huxley's layer, Henle's layer. And this cuticle of inner root sheet, it is it is adjoined with the hair shaft cuticle. Hair shaft in the cuticle ആയിട്ട് join ചെയ്തിട്ടാണ് ഈ inner root sheet IRS ന്റെ cuticle ഇരിക്കുന്നത്. So that it will help the hair shaft follicle ആയിട്ട് join ചെയ്യാനായിട്ട് this cuticle ഈ adjoining help ചെയ്യും. That is IRS ന്റെ ക്യൂട്ടിക്കിളും ഹെയർ ഷാഫ്റ്റിന്റെ ക്യൂട്ടിക്കിളും തമ്മിൽ join ചെയ്തിരിക്കുന്നത് കൊണ്ട് it will help the hair shaft to join with the follicle. And also it produce this IRS produce keratins. Keratins produce ചെയ്യും, and it also produce trichohyalin. So trichohyalinum keratinസും produce ചെയ്യും. So ഇത് എങ്ങനെ ആക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ this will act as an intracellular cement. Intracellular cement ആയിട്ടാണ് ആക്ട് ചെയ്യുക. That means this IRS gives a support for the growing hair shaft. IRS എന്ത് ചെയ്യും? It gives a support to growing hair shaft. Hair shaftന് ഒരു സപ്പോർട്ട് കൊടുക്കും. And also it guides the upward movement of the hair and also to mold the hair. ഈ ഇന്നർ റൂട്ട് ഷീറ്റ് ഇറ്റ് പ്രൊഡ്യൂസ് കെരാറ്റിൻസ് ആൻഡ് ട്രൈക്കോഹയാനിൻ. ഈ 2 സംഭവങ്ങൾ എന്ത് ചെയ്യും? ഇൻട്രാസെല്ലുലാർ സിമെന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഇറ്റ് ഗീവ്സ് സപ്പോർട്ട് ടു ദി ഹെയർ ഷാഫ്റ്റ്, ഇറ്റ് ഗൈഡ്സ് ദി ഷാഫ്റ്റ് ടു മൂവ് അപ്വേർഡ്സ് ആൻഡ് ഇറ്റ് ഓൾസോ മോൾഡ് ദി ഹെയർ ഷാഫ്റ്റ്. സോ ദിസ് ഈസ് അബൌട്ട് ഇന്നർ റൂട്ട് ഷീറ്റ്. ഈ പിക്ചർ ശ്രദ്ധിക്കുക. ഇന്നർ റൂട്ട് ഷീറ്റ് എന്തുണ്ട്? 3 ലെയേഴ്സ് ഉണ്ട്. ക്യൂട്ടിക്കിൾ ഓഫ് ഇന്നർ റൂട്ട് ഷീറ്റ്, ഹസ്ലീസ് ലെയർ ആൻഡ് ഹെൻലീസ് ലെയർ. Okay. Next is hair bulb. So hair follicle ഒരു പോർഷനെയാണ് നമ്മൾ hair bulb എന്ന് പറയുന്നത്. So hair bulb is the portion of the follicle which actively produces the hair. Hair produce ചെയ്യുന്ന, ആക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് ഹെയർ ഫോളിക്കിളിൻ്റെ ഒരു റീജിയൻ ആണ് ഹെയർ ബൾബ് എന്ന് പറയുന്നത്. ഈ ഹെയർ ബൾബിൽ ഫോളിക്കുലാർ dermal papillae cells and mucopolysaccharide rich stroma, nerve fibers, single capillary loop എന്നിവ കൊണ്ട് എൻക്ലോസ് ചെയ്തേക്കുന്ന ഒരു പോർഷൻ ആണ് ഹെയർ ബൾബ് എന്ന് പറയുന്നത്. എന്താണ്? ഫോളിക്കുലാർ dermal papillae cells, mucopolysaccharide rich stroma, then nerve fibers and single capillary loop. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹെയർ ബൾബ് എൻക്ലോസ് ചെയ്തേക്കുന്നത്. ഹെയർ ബൾബിൻ്റെ റീജിയൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോവർ റീജിയൺ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെൽസും അപ്പർ റീജിയൺ എന്താണ്? ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെൽസും ആണ് കൊണ്ടാണ് ലൈക്ക് ഡിവൈഡഡ് ഇൻറ്റു 2. സോ ഹെയർ ബൾബ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 regions, a lower region of undifferentiated cells and an upper region in which the cells become differentiated. ഈ ഹെയർ ഗ്രോ ചെയ്യാനും അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഫോമിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സൈസിൽ അതിന് വളരാനുമൊക്കെ ഗ്രോ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഹെയർ ഫോളിക്കിളിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഹെയർ പാപ്പില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഹെയർ പാപ്പില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ദാറ്റ് വിൽ ഗിവ് ഇൻസ്ട്രക്ഷൻസ് ടു ദി ഹെയർ ഫോളിക്കിൾ to help the hair grow. So a hair follicular papillae, I'm talking about follicular papillae. So follicular papillae, it's an essential source of growth factors. So this follicular papillae എന്ന് പറയുന്നത് ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ ഒരു എസെൻഷ്യൽ ലൈക്ക് സോഴ്സ് ആണ്. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെരാറ്റിനോസൈറ്റ് ഗ്രോത്ത് ഫാക്ടർ,
then bone morphogenetic growth proteins, then hepatocyte growth factor, insulin like growth factors, stem cell factors, അങ്ങനെ ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉള്ള ഒരു ഏരിയ ആണ് ഫോളിക്കുലർ പാപ്പില്ല എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഈ ഫോളിക്കുലർ പാപ്പില്ലയിലുണ്ട്. ദാറ്റ്സ് വൈ ഫോളിക്കുലർ പാപ്പില്ല ഈസ് ഹെൽപ്പിംഗ് the hair follicle to grow the hair. Okay. ഈ പാപ്പില്ലയുടെ ഹെയർ പാപ്പില്ലയുടെ വൈഡസ്റ്റ് പാർട്ടിൽ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓബേഴ്സ് ലൈൻ എന്ന് പറയുന്നത്. ഹിയർ ഇറ്റ് ഈസ് ദ ഓബേഴ്സ് ലൈൻ എന്ന് പറയുന്നത് ഹെയർ പാപ്പില്ലേൻ്റെ ആ ഒരു റീജിയൺ ആണ്. ഈ ലൈൻ എന്ത് ചെയ്യും? ലോവർ ലെയർ ആൻഡ് അപ്പർ ലെയർ എന്ന് പറഞ്ഞിരുന്നു. ലോവർ ലെയർ ആൻഡ് അപ്പർ ലെയർ 2 റീജിയൻസ് ഉണ്ട്. ഈ റീജിയണിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന, ഈ ലോവർ ലെയറിനെയും അപ്പർ ലെയറിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഈ ലൈനിനെയാണ് നമ്മൾ ഓബേഴ്സ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഓബേഴ്സ് ലൈനിൻ്റെ താഴെയാണ് മെട്രിക്സ്. മെട്രിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. പാപ്പില്ല ആൻഡ് മെട്രിക്സ് ആണ് ഫോളിക്സിലെ രണ്ട് പാർട്സ്. അതിൽ മെട്രിക്സ് അല്ലെങ്കിൽ ജെർമിനേഷൻ സെൻറ്റർ, ഫോളിക്കിളിൻ്റെ ജെർമിനേഷൻ സെൻറ്റർ അല്ലെങ്കിൽ മെട്രിക്സ് ഈ ഓവർ ലെയറിൻ്റെ താഴെയാണ് ഉണ്ടായിരിക്കുക. ഇവിടെയുള്ള എല്ലാ സെൽസും ഈ ജെർമിനേഷൻ ഈ സെൻറ്ററിലുള്ള എല്ലാ സെൽസും മൈറ്റോട്ടിക്കലി ആക്റ്റീവ് ആണ്. ഓക്കെ. മെട്രിക്സിൽ നിന്ന് സെൽസിൻ്റെ ബൾബിൻ്റെ മൂവ് ചെയ്യും. They will move to the upper part of the things and they increase in volume and vertically elongate. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? ഹെയർസ് ഉണ്ടാവുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ഷാഫ്റ്റ് ആണ് പറയുന്നത്. ബിഫോർ ദാറ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. സ്ട്രക്ചർ ഓഫ് ഹെയർ ബൾബ്, ഇന്നർ റൂട്ട് ഷീറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഔട്ടർ റൂട്ട് ഷീറ്റ് ഉണ്ടായിരിക്കും. ദെൻ ഹെയർ ബൾബ് വിൽ ബി ദർ, ഫോളിക്കിളിൻ്റെ മെയിൻ പാർട്ടാണ്. Then it is divided into 3. Inner root sheet divided into 3. Cuticle of inner root sheet, Huxley's layer, Henle's layer. Okay. ഇനി സ്ട്രക്ചർ ഓഫ് ഷാഫ്റ്റ്. ഷാഫ്റ്റിൻ്റെ സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം, കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി വിൽ ബി ഗോൺ ത്രൂ ദീസ് തിങ്സ് ലൈക്ക് ക്യൂട്ടിക്കിൾ, കോർട്ടക്സ് ആൻഡ് മെഡുല്ല, 3 റീജിയൻ. ക്യൂട്ടിക്കിൾ ഈസ് ദി ഔട്ടർമോസ്റ്റ് ലെയർ, മെഡുല്ല ഈസ് ദി ഇന്നർമോസ്റ്റ് ലെയർ. ഇൻ ബിറ്റ്വീൻ ഉള്ള ലെയറാണ് എന്ത്? കോർട്ടക്സ് എന്ന് പറയുന്നത്. Cuticle, it's clear outside covering of the shaft and it is made up of overlapping scales. There are 3 basic scale structures that made up of the cuticle. Combination and variations of these types are possible. 3 ടൈപ്പുകളാണ് പറയുന്നത്: കൊറോണ, സ്പൈനസ് ആൻഡ് ഇംബ്രിക്കേറ്റ്. This will be discussing detailed in next one session. കൊറോണ, സ്പൈനസ് ആൻഡ് ഇംബ്രിക്കേറ്റ് ഓരോ ഇതിനും പിക്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദാറ്റ്. ഈ കൊറോണ, സ്പൈനസ്, ഇംബ്രിക്കേറ്റ് കൂടാതെ ഇതിൻ്റെ കോമ്പിനേഷൻസും വേരിയേഷൻസും ഒക്കെ സ്കെയിൽ സ്ട്രക്ചറിൽ പോസിബിൾ ആണ്. Then next is cortex. Cortex is made up of keratin molecules, the pigments that gives hair its color. Then medulla. Medulla is the row of cells running along the center of the cortex, which may appear dark or translucent depending on the presence of air, liquid or pigment. And it can be fragmentary, interrupted, continuous or stacked and may not be visible in human hair. Human hair may be absent ആയിരിക്കും. Annually it is at least 1/3 of the diameter of the hair. This also we will be discussing about medullary index and all in the upcoming sessions. ഇത് മൂന്നുമാണ് ഷാഫ്റ്റിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. കോർട്ടക്സ് റീജിയൻ. ഈ കോർട്ടക്സ് റീജിയൻ it represents majority of hair fiber composition and it plays an important role in physical and mechanical properties of the hair and is the peripheral part and it is made up of approximately about 50 to 60% of macrofibrils and which consist of rows of macrofibrils and embedded into the matrix. Then hair shaft, cuticle, it covers hairs from the root to tip of the epidermis. നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും.
സോ ഹെയർ ഷാഫ്റ്റിൻ്റെ റൂട്ട് ടു ടിപ്പിൽ കംപ്ലീറ്റ് ഇത്രയും ഭാഗത്ത് ക്യൂട്ടിക്കിൾ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ക്യൂട്ടിക്കിൾ. ഇതിൻ്റെ തിക്നെസ് ഏകദേശം 0.3 to 0.5 മൈക്രോമീറ്റർ ആണ്. വിസിബിൾ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് 50 മൈക്രോമീറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ക്യൂട്ടിക്കിളിൻ്റെ തിക്നെസ് ആണ് ഇത്രയും, ഇത് ലെങ്ത് ആണ് കേട്ടോ. ഓക്കെ, 0.3 to 0.5 മൈക്രോമീറ്റർ ആയിരിക്കും തിക്നെസ്, 50 മൈക്രോമീറ്റർ ആയിരിക്കും ലെങ്ത്. ഈ ക്യൂട്ടിക്കിളിൽ തന്നെ ലൈക്ക് സബ് ലാബെല്ലാർ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സെൽ മെംബ്രെയിൻ കോംപ്ലക്സുകൾ ഉണ്ടായിരിക്കും. ഈ സബ് ലാമെല്ലാർ സ്ട്രക്ചർ ഇറ്റ്സ് ലൈക്ക് എപ്പിക്യൂട്ടിക്കിൾ, എ ലെയർ, എക്സോ ക്യൂട്ടിക്കിൾ, എൻഡോ ക്യൂട്ടിക്കിൾ, ഇന്നർ ലെയർ, അങ്ങനെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇതിൻ്റെ മെയിൻ ലൈക്ക് ഐ എം ജസ്റ്റ് ടെല്ലിങ് ദാറ്റ് you should know this is the three structure, this is the three layers of hair shaft. ക്യൂട്ടിക്കിൾ ആണ്, കോട്ടക്സ് ആണ്, മിഡിൽ ആണെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് എന്തൊക്കെയാണ് അതിൻ്റെ യൂസ്, പിഗ്മെൻറ്റ്സ് എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക, ആൻഡ് ക്യൂട്ടിക്കിൾ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇറ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ആൻഡ് ഫോറൻസിക്കലി നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതാണ് അതിൻ്റെ സ്കെയിൽ പാറ്റേൺ, ഏതാണ് അതിൻ്റെ ലൈക്ക് ഇഫ് ഇറ്റ് ഈസ് മെഡുല്ല ആണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മെഡുല്ലയാണ്, ക്യൂട്ടിക്കിൾ ആണെങ്കിൽ വിച്ച് ഇസ് എ സ്കെയിൽ സ്ട്രക്ചർ ഓഫ് ദാറ്റ് ക്യൂട്ടിക്കിൾ, ആൻഡ് കോട്ടക്സിലെ പിഗ്മെൻറ്റേഷൻ എത്രത്തോളം ഉണ്ട്, പിഗ്മെൻറ്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പറയാനായിട്ട് സാധിക്കണം. സോ ദാറ്റ് വിൽ ബി ഡിസ്കസിങ് in the forensic analysis part. So this is the basic structure of hair. Okay, and human hair follicle ഒരു just basic informations ആണ്. The whole body surface is coated with hairs except a few areas, I told you already, and most of these tiny colorless or vellus hairs that also we discussed. Just I am reading. So hair in the areas like scalp, eyebrow and eyelashes are thicker, longer and pigmented and are called terminal hairs. So vellus hair എന്താന്ന് പറഞ്ഞു, terminal hair എന്താണെന്ന് പറഞ്ഞു. ആ ബേസിക് ടേംസ് ഞാൻ പറഞ്ഞില്ലേ, ആ പറഞ്ഞപ്പോൾ ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹ്യൂമൻസിന് അപ്രോക്സിമേറ്റ്ലി 5 മില്യൺ ഹെയർ ഫോളിക്കിൾസ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ ഏകദേശം 1 lakh of them are located on the scalp. So 10,000 are located in the scalp. സോ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് 5 മില്യൺ ആണ്. സ്കാൽപ്പ് ഹെയർ കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് 80,000 ടു അറൗണ്ട് 1,50,000. സോ ഇതാണൊരു സ്കാൽപ്പ് ഹെയറിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഹെയർ സൈക്കിൾ റേഷ്യോസ് ഓഫ് സ്കാൽപ്പ് ഹെയർ എന്ന് പറയുന്നത് അനാജൻ ഫേസിൽ ഒരു 80 to 90% ഉണ്ടായിരിക്കും, കാറ്റോജൻ ഫേസിൽ 1% ഹെയർ ആയിരിക്കും ഉണ്ടായിരിക്കും, ടീലോജൻ ഫേസിൽ 10 to 15% ആയിരിക്കും ഉണ്ടായിരിക്കുക. ദിസ് വിൽ ബി ഡിസ്കസിങ് ലേറ്റർ. Then duration of hair cycle phase, this will be discussing later. So physiologically hair shedding rate ഒരു per day 100 to 200 scalp hairs ആയിരിക്കും ഷെഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. മുടി കൊഴിയുക എന്ന് പറയില്ലേ, അതൊരു 100 to 200 ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. Then hair shaft diameter and length. Vellus hairന് ലൈക്ക് ഇറ്റ്സ് ഡയാമീറ്റർ എന്ന് പറയുന്നത് 0.06 മില്ലിമീറ്റർ ആയിരിക്കും, 1 to 2 മില്ലിമീറ്റർ ആയിരിക്കും ലെങ്ത്. ടെർമിനൽ ഹെയർ ആണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഗ്രേറ്റർ ദാൻ 0.06 mm and 1 to 50 സെൻറ്റിമീറ്റർ ആയിരിക്കും. Then hair patterns, scalp hair, pubic and axillary hair, phalangeal hair, അങ്ങനെ different types of hairs ഉണ്ട്. സ്കാൽപ്പ് ഹെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡിൽ കാണുന്ന ഹെയറിനെയാണ് നമ്മൾ സ്കാൽപ്പ് ഹെയർ എന്ന് പറയുന്നത്. പ്യൂബിക് ഹെയർ പ്യൂബിക് റീജിയനിലുള്ള ഹെയർ, ആക്സിലറി ഹെയർ നമ്മുടെ ആംപിറ്റ്സിലൊക്കെ ഉള്ള ഹെയർസിനാണ് നമ്മൾ ആക്സിലറി ഹെയർ എന്ന് പറയുന്നത്. ദെൻ ഫലാൻജിയൽ ഹെയർ, കൈമലും ലൈക്ക് അവിടെയൊക്കെയുള്ള ഹെയർസിനെയാണ് നമ്മൾ ഫലാൻജിയൽ ഹെയർ എന്ന് പറയുന്നത്. ദെൻ ഹെയർ ഷാഫ്റ്റ് പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് ഹെയർസ് ഉണ്ടായിരിക്കും, അതുപോലെ ബ്ലോണ്ട് ഓർ റെഡ് ഹെയർ ഉണ്ടായിരിക്കും. പിഗ്മെൻസിനെ അടിസ്ഥാനമായിട്ടായിരിക്കും അതുണ്ടായിരിക്കുക. ലൈക്ക് മെലാനിൻ ആൻഡ് ഫിയോമെലാനിൻ എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഓഫ് പിഗ്മെൻറ്റ്സ് ആണ് നമ്മുടെ ഹെയറിൽ ഉള്ളത്. മെലാനിൻ പിഗ്മെൻറ്റ്സ് വിൽ ഗീവ് ബ്ലാക്ക് ഓർ വൈറ്റ് ദാറ്റ് കളർ, ആൻഡ് ഒരു റെഡ് കളർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫിയോമെലാനിൻ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കുക. 2 ടൈപ്പ് ഓഫ് ബോൺസ് ആണ് നമുക്ക് ഹെയറിൽ കാണാനായിട്ട് പറ്റുക. സ്ട്രോങ് ലിങ്ക്സ് ഡൈസൾഫൈഡ് ബോണ്ടും, അതേപോലെ വീക്ക് ലിങ്ക്സ് ആയിട്ടുള്ള സെലൈൻ ആൻഡ് ഹൈഡ്രജൻ ബോൺസും. സോ ഇത്രയും കാര്യങ്ങളാണ് ഹെയർ ഫോളിക്കിൾ അല്ലെങ്കിൽ ഹെയറിനെ കുറിച്ച് നമ്മളൊരു അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് മോർഫോളജി ആൻഡ് അനാട്ടമിയിൽ പറയുന്നത്.
Next session, we will be discussing about hair growth cycle and basic terms regarding these hair and forensic analysis. So I hope you understood. If there is any doubts, you can clear it. So let me conclude here. Thank you.